ഒരു ഇടവേളയ്ക്ക് ശേഷം ശബരിമല വീണ്ടും വാർത്തകൾ നിറയുകയാണ്. ഇക്കുറി ദേവസ്വം വനം വകുപ്പും തമ്മിലാണ് ഏറ്റുമുട്ടൽ. ശബരിമലയിൽ വനം വകുപ്പ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനും തമ്മിൽ തുറന്ന പോരാരംഭിച്ചു കഴിഞ്ഞു. പമ്പയിലടിഞ്ഞ മണൽ ദേവസ്വം ബോർഡ് നീക്കം ചെയ്തതിന് 6,67,00,000 രൂപ വനം വകുപ്പ് ആവശ്യപ്പെട്ടതാണ് പുതിയ തർക്കത്തിന് വഴിതെളിച്ചിരിക്കുന്നത്. പ്രളയത്തിൽ പമ്പാ തീരത്ത് അടിഞ്ഞതിൽ 1,00,000 ചതുരശ്ര അടി മണൽ വിവിധ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കായി ദേവസ്വം ബോർഡിനെ വിട്ടുനൽകാൻ മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം തീരുമാനിച്ചിരുന്നു. ഇതുപ്രകാരമുള്ള മണൽ ദേവസ്വം സംഭരിക്കുകയും ചെയ്തു. എന്നാൽ മണലിന് പ്രതിഫലമായി 6.67 കോടി രൂപ അടയ്ക്കണമെന്നാവശ്യപ്പെട്ട് വനം വകുപ്പ് നോട്ടീസ് അയക്കുകയായിരുന്നു. ഇക്കാര്യത്തിൽ ഇടപെടണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്ക് കത്തയച്ചതായും ചില ഉദ്യോഗസ്ഥരുടെ മാനസികാവസ്ഥയാണ് പ്രശ്നങ്ങൾക്ക് കാരണമെന്നും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എ പത്മകുമാർ പറഞ്ഞിരുന്നു. ശബരിമലയിലേക്ക് റോപ്പ് വേ നിർമ്മിക്കുന്നതിനും സ്ഥലം ലഭ്യമാക്കുന്നതിനും വനം വകുപ്പ് തടസ്സവാദങ്ങൾ ഉന്നയിക്കുകയാണെന്നും പത്മകുമാർ ആരോപിക്കുന്നു. സോയിൽ ടെസ്റ്റ് നടത്താൻ അനുമതി ലഭിച്ചിട്ടില്ല. തൂണുകൾ സ്ഥാപിക്കാൻ ഭൂമി ലഭിച്ചാൽ നിർമ്മാണം തുടങ്ങി 18 മാസത്തിനകം പദ്ധതി പൂർത്തിയാക്കുമെന്നും പത്മകുമാർ പറയുന്നു. പെരിയാർ സംരക്ഷിത വനത്തിൽ 95 ഏക്കർ ഭൂമി ദേവസ്വത്തിന് അവകാശപ്പെട്ടതാണ്. ഇതുപ്രകാരമാണ് സംയുക്ത സർവേ നടത്തിയത്. സർവേ പ്രകാരമുള്ള ഭൂമി ദേവസ്വത്തിന് കിട്ടിയേ മതിയാകൂ എന്നും പത്മകുമാർ പറഞ്ഞു. ഭൂമി വിഷയത്തിൽ ദേവസ്വത്തോട് അനുകൂല നിലപാട് സ്വീകരിക്കുന്ന ഉദ്യോഗസ്ഥർ ഹൈപ്പർ കമ്മിറ്റിയിൽ വിരുദ്ധ നിലപാടാണ് സ്വീകരിക്കുന്നത്. ശബരിമലയിലെ ആചാരങ്ങളിൽ വനം വകുപ്പ് അനാവശ്യമായി ഇടപെടേണ്ടെന്ന് ദേവസ്വം പ്രസിഡന്റ് എ പത്മകുമാർ വ്യക്തമാക്കിയിരുന്നു. ശബരിമല ഉത്സവത്തോടനുബന്ധിച്ചുള്ള ആറാട്ടിന് ഇത്തവണയും ആനയെ എഴുന്നള്ളിക്കും. ഈ ആചാരത്തിൽ ഒരിക്കലും ശബരിമലയ്ക്ക് ആനയെ ഒഴിവാക്കാനാകില്ല. ഇക്കാര്യത്തിൽ വനം വകുപ്പ് അനാവശ്യമായി ഇടപെടേണ്ടതില്ലെന്നും തിരുവിതാംകൂർ ദേവസ്വം പ്രസിഡന്റ് പത്മകുമാർ പറയുന്നു. ഉത്സവ എഴുന്നള്ളിപ്പിനായി എത്തിച്ച വെളിനല്ലൂർ മണികണ്ഠൻ എന്ന ആനയെ വനം വകുപ്പ് കർശനമായ പരിശോധനയ്ക്ക് വിധേയമാക്കിയിരുന്നു. കടുത്ത വേനൽച്ചൂടിൽ ആന ഇടയുന്നത് പതിവായ സാഹചര്യത്തിൽ രാവിലെ 10-നും വൈകിട്ട് 4-നും ഇടയിൽ ആനയെ എഴുന്നള്ളിക്കരുതെന്ന് വനം വകുപ്പ് ദേവസ്വം ബോർഡിന് കർശന നിർദ്ദേശവും നൽകിയിരുന്നു. കൂടുതൽ സമയം ആനയെ എഴുന്നള്ളിപ്പിക്കണമെങ്കിൽ ഇടയ്ക്കിടെ ആനയുടെ കാൽ നനച്ചുകൊടുത്ത് ചൂട് തട്ടാതെ ശ്രദ്ധിക്കണമെന്നും വനം വകുപ്പ് നിർദ്ദേശത്തിൽ പറഞ്ഞിരുന്നു. ശബരിമലയിൽ ഈ മാസം 16 മുതൽ 21 വരെയുള്ള എഴുന്നള്ളത്തുണ്ട്. മാർച്ച് 21-നാണ് ഉത്സവത്തിന് സമാപനം കുറിക്കുന്ന ആറാട്ട് നടക്കുക. എന്തായാലും ദേവസ്വം ബോർഡും വനം വകുപ്പും തമ്മിലുള്ള പ്രശ്നം അതിരൂക്ഷമായി മുന്നോട്ട് പോവുകയാണ്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.